ിരിക്കുന്നു AMMI യോഗം എക്സിക്യൂട്ടീവ് യോഗം ചേരുമെന്ന റിപ്പോർട്ടർ വാർത്ത ശരിവച്ചിരിക്കുകയാണ് അഡ്ഹോക്ക് കമ്മിറ്റി അംഗം ബിനു മോഹൻ. എക്സിക്യൂട്ടീവ് യോഗം ഉടൻ ചേരും, തീയതി തീരുമാനിച്ചിട്ടില്ലെന്നും ബിനു മോഹൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. നമുക്ക് ബിനു മോഹന്റെ പ്രതികരണം ഒന്ന് കേട്ടുവരാം. ജനറൽ ബോഡിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള പ്രൊസീജിയർ ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു മീറ്റിംഗ് കൂടണം എന്നുണ്ട്. അതൊരു തികച്ചും സംഘടനാപരമായിട്ടുള്ള ഒരു യൂഷ്വൽ പ്രൊസീജിയറിന്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ്. അതിനെപ്പറ്റി അതിന്റെ ഒരു ഡേറ്റ് കൺഫേം ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു യോഗം, അത് എന്നാണെന്നോ ഡേറ്റിന്റെ കാര്യങ്ങളൊന്നും ഇതിപ്പോ ഈ ഒരു സാഹചര്യമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അങ്ങനെ ഒരു സ്പെഷ്യൽ ജനറൽ ബോഡി പോലെ വിളിച്ചു ചേർക്കാനാണ്. അതേസമയം യോഗം നാളെയോ മറ്റന്നാളോ ചേർന്നേക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന. വിവരങ്ങളുമായി ലേബി സജീന്ദ്രൻ ചേരുന്നു. ലേബി സജീന്ദ്രൻ, നമ്മുടെ വാർത്ത ശരിവച്ചിരിക്കുകയാണ്, പക്ഷേ തീയതി മാത്രം തീരുമാനിച്ചിട്ടില്ല എന്നാണ് നമ്മളോട് ബിനു മോഹൻ പറയുന്നത്. കാരണം എക്സിക്യൂട്ടീവ് യോഗം ഉടൻ ചേരണം. നമ്മൾ മനസ്സിലാക്കുന്നത് മോഹൻലാലിൻ്റെ നിർദ്ദേശപ്രകാരം എക്സിക്യൂട്ടീവ് യോഗം വിളിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ജനറൽ ബോഡി യോഗത്തിൻ്റെ നയം തീരുമാനിക്കണം എന്ന് വേണം, സ്പെഷ്യൽ ജനറൽ ബോഡി തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് സംഘടനയ്ക്ക് തീരുമാനിക്കണമെങ്കിൽ ഈ എക്സിക്യൂട്ടീവിൻ്റെ യോഗം ചേരേണ്ടതുണ്ട്. ലേബി സജീന്ദ്രൻ, നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? നാളെയോ മറ്റന്നാളോ അതല്ലെങ്കിൽ ഈ ആഴ്ച തന്നെ ഈ എക്സിക്യൂട്ടീവ് യോഗം ഉണ്ടാകുമെന്നാണോ നമുക്ക് ലഭിക്കുന്ന വിവരം? കൃത്യതയുണ്ടോ ഇതിൽ? ഡോക്ടർ അരുൺ, നാളെയോ മറ്റന്നാളോ AMMIയുടെ ഓൺലൈൻ യോഗം ഉണ്ടാകും എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. കാരണം മറ്റന്നാൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ഈ താൽക്കാലിക ഭരണസമിതിയുടെ അധ്യക്ഷനായ മോഹൻലാലാണ് യോഗം വിളിച്ചിരിക്കുന്നത്. മറ്റന്നാൾ, അതായത് 21-ാം തീയതി മോഹൻലാലിൻ്റെ പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എമ്പുരാൻ സിനിമയുടെ ഷൂട്ടിംഗ് ഗുജറാത്തിൽ ആരംഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നാളെയോ മറ്റന്നാളാണ് മോഹൻലാലിന് സൗകര്യം എന്നതുകൊണ്ട് തന്നെ ഈ യോഗം നാളെയോ മറ്റന്നാളോ ഉണ്ടാകും എന്ന് ഈ ഘട്ടത്തിൽ എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെയും അങ്ങനെ തന്നെ സൂചിപ്പിച്ചത്, യോഗം നാളെയോ മറ്റന്നാളോ തന്നെ ഉണ്ടാകും. ആ യോഗത്തിലായിരിക്കും തീർച്ചയായും ജനറൽ ബോഡി ഈ യോഗത്തിൽ ഏത് നയം സ്വീകരിക്കണം, എങ്ങനെയായിരിക്കണം അതിൻ്റെ സ്വഭാവം എന്നത് തീരുമാനിക്കുക. സ്വാഭാവികമായും വളരെ പ്രധാനപ്പെട്ട, വളരെ നിർണായകമായ ഒരു ഓൺലൈൻ മീറ്റിംഗ് തന്നെയായിരിക്കും അത്. ജനറൽ ബോഡി യോഗത്തിലേക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുമായി വരുന്ന അംഗങ്ങളെ എങ്ങനെ നേരിടണം, അതുമായി ബന്ധപ്പെട്ട ഏത് നിലപാട് സ്വീകരിക്കണം, ജനറൽ ബോഡിക്കകത്ത് വച്ചിട്ടാണോ ഇത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടത്തേണ്ടത്, അതല്ല എങ്കിൽ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു രൂപരേഖ തയ്യാറാക്കിയിട്ട് വേണോ ജനറൽ ബോഡിയിലേക്ക് എത്താൻ എന്നുള്ള കാര്യമൊക്കെ തീരുമാനിക്കുക എന്നത് വളരെ സുപ്രധാനമാണ്. അതുകൊണ്ട് തന്നെ അംഗങ്ങളെ ഇന്നോ നാളെയോ ആയി ആ യോഗം ഉണ്ടായേക്കും എന്ന് നമ്മൾ ഉറപ്പിച്ച് പറയുന്നതിൻ്റെ കാരണവും മോഹൻലാലിൻ്റെ ഡേറ്റിൻ്റെ ആ ഒരു അസൗകര്യമാണ്. മറ്റന്നാൾ എമ്പുരാൻ്റെ ഷൂട്ടിംഗ് ഗുജറാത്തിൽ ആരംഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നാളെയോ മറ്റന്നാളോ മോഹൻലാലിൻ്റെ അധ്യക്ഷതയിൽ യോഗം ചേരും എന്ന് തന്നെയാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കുന്നത്. ബിനു മോഹൻ അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കാരണം ജനറൽ ബോഡി മീറ്റിംഗ് നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് യോഗം വേണം. എക്സിക്യൂട്ടീവ് യോഗം ഉടൻ തന്നെ ചേരേണ്ടതുണ്ട്. 1-2 ദിവസത്തിനുള്ളിൽ എക്സിക്യൂട്ടീവ് യോഗം ഉണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതിനിധി ലേബി ഉറപ്പിച്ചു തന്നെ പറയുന്നത്. മോഹൻലാലിൻ്റെ സൗകര്യം ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. എമ്പുരാൻ്റെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുൻപ് എക്സിക്യൂട്ടീവ് യോഗം ചേരണം. ജനറൽ ബോഡി യോഗത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന കാര്യത്തിൽ ഒരു നയത്തിൻ്റെ കാര്യത്തിലുള്ള തീരുമാനമുണ്ടാവണം. അതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് മനസ്സിലാക്കുന്നു. ലേബി, എന്നാൽ മറ്റു ചില മാധ്യമങ്ങൾ കൊടുക്കുന്നത് ഇന്നോ നാളെയോ അങ്ങനെ എക്സിക്യൂട്ടീവ് യോഗത്തെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല എന്നാണ്. പക്ഷേ വിനു നമ്മളോട് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ജനറൽ ബോഡി യോഗം ചേരണമെങ്കിൽ, അതിൻ്റെ നയം രൂപീകരിക്കണമെങ്കിൽ, അതിന് അജണ്ട ഫിക്സ് ചെയ്യണമെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് യോഗം ചേരണം. സംഘടനാപരമായ നടപടിക്രമമാണ്, അതുടൻ ഉണ്ടാവും എന്നാണ് വിനു നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, അല്ലേ ലേബി? ഡോക്ടർ അരുൺ, വളരെ കൃത്യമായ സോഴ്സിൽ നിന്ന് ലഭിച്ച വിവരം അനുസരിച്ചാണ് ഞാൻ രാവിലെ തന്നെ ആ വാർത്ത ബ്രേക്ക് ചെയ്തത്. നമ്മൾ ആ വാർത്ത സംപ്രേഷണം ചെയ്തതും കൃത്യമായ വാർത്ത ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. തൊട്ടു പിന്നാലെ മറ്റു മാധ്യമങ്ങളിൽ എന്തുകൊണ്ടാണ് ഈ വാർത്ത തെറ്റ് എന്നുള്ള രീതിയിൽ വന്നത് എന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്തുകൊണ്ടാണ് അവരൊക്കെ എങ്ങനെ നൽകുന്നതെന്ന് എനിക്കറിയില്ല. അതിന് പിന്നാലെയാണ് നമ്മുടെ എക്സിക്യൂട്ടീവ് അംഗം കൂടിയായ ബിനു മോഹൻ. നമുക്ക് അത് വിഷയമേ അല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സോഴ്സിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം വളരെ കൃത്യമാണ്. വിനുവും നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എക്സിക്യൂട്ടീവ് യോഗം ചേരും. അത് തീയതി നിശ്ചയിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നാളെ വേണോ മറ്റന്നാൾ വേണമോ അതല്ലെങ്കിൽ ഈ ആഴ്ചയിൽ ഏതെങ്കിലും അടുത്തൊരു ദിവസം വേണമോ എന്ന കാര്യത്തിൽ മാത്രമേ തർക്കമുള്ളൂ, അല്ലേ ലേബി? തീർച്ചയായും അത് നാളെയോ മറ്റന്നാളോ തന്നെ ആകാമെന്ന് സാങ്കേതികമായി ഞാൻ പറയുന്നതിൻ്റെ കാരണം അതുതന്നെയാണ്. അധ്യക്ഷൻ മോഹൻലാൽ അധ്യക്ഷനായി നടക്കുന്നൊരു യോഗത്തിൽ അദ്ദേഹത്തിൻ്റെ സൗകര്യമാണ് ഏറ്റവും പ്രധാനം. മറ്റന്നാൾ അദ്ദേഹത്തിന് രാവിലെ ഗുജറാത്തിൽ ഷൂട്ടിംഗ് ആരംഭിക്കേണ്ടത് കൊണ്ട് തന്നെ നാളെയോ മറ്റന്നാളോ ആ യോഗം ചേർന്നേ മതിയാകൂ. മാത്രമല്ല മോഹൻലാലിൻ്റെ ഷൂട്ടിംഗ് പുരോഗമിച്ച് അതിനിടയിലായിരിക്കും ജനറൽ ബോഡി യോഗം വരിക. അതിനിടയിൽ അദ്ദേഹത്തിന് കാര്യമായി ഈ കാര്യങ്ങളൊന്നും വിലയിരുത്താൻ സമയവും ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ നാളെയോ മറ്റന്നാളോ ആ കാര്യം വിശദമായി ചർച്ച ചെയ്ത് അതിലൊരു ഏകദേശ രൂപം ഉണ്ടാക്കിയിട്ട് തന്നെ വേണം ജനറൽ ബോഡിയിലേക്ക് എത്താൻ. ജനറൽ ബോഡിയിൽ ഇപ്പോൾ നിലവിലെ സാഹചര്യം പഴയ AMMI യോഗം ചേരുന്നത് മട്ടല്ല, പഴയ ജനറൽ ബോഡി ചേരുന്നത് മട്ടല്ല.
വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉള്ളവർ ആ യോഗത്തിൽ തന്നെ എത്തിയേക്കാം, വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉയർന്നേക്കാം. അപ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ടതുണ്ട്, കൃത്യമായ നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഒരു രൂപരേഖ ഉണ്ടാക്കിയിട്ട് തന്നെ ജനറൽ ബോഡി യോഗത്തിലേക്ക് ഇവർ എത്തുകയുള്ളൂ. ആ യോഗത്തിന് മുൻപായി ഇത്തരത്തിലൊരു ഓൺലൈൻ എക്സിക്യൂട്ടീവ് യോഗം ചേർന്ന് അതിനൊരു ഘടന ഉണ്ടാക്കുക എന്നത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ആ യോഗം നാളെയോ മറ്റന്നാളോ ഉണ്ടായേക്കും. ഏതായാലും ഉടൻ ഉണ്ടാകുമെന്നുള്ള കാര്യം വിനു മോഹൻ തന്നെ നമ്മളോട് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. വളരെ നമുക്ക് പ്രതീക്ഷിക്കാം പുതിയ എക്സിക്യൂട്ടീവ് യോഗത്തിൽ എന്തായിരിക്കണം AMMയുടെ ജനറൽ ബോഡി യോഗത്തിൽ എടുക്കേണ്ട തീരുമാനങ്ങൾ, എങ്ങനെ വേണം ഈ സ്പെഷ്യൽ ജനറൽ ബോഡി കൂടാൻ എന്നതിനെക്കുറിച്ചുള്ള ആലോചനയായിരിക്കും എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഉണ്ടാവുക.